നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 ദിവസമായിട്ട് അലീനയുടെ മനുഷ്യങ്ങളുടെയും വീഡിയോസ് ഒന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന ശരണ്യയുടെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ശരണ്യയുടെ പഠിപ്പിനെക്കുറിച്ചും എല്ലാം തിരക്കി. പിന്നീട് അമ്മയോട് പറഞ്ഞു, അതെ, അവളെ നല്ലവണ്ണം നോക്കണം, അവളുടെ പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പാടില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അലീനയോട് പറഞ്ഞു, അതിനിപ്പം മോളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, മോള് വിളിക്കുന്ന അവളുടെ ഭയങ്കര സന്തോഷമാണ്, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് വാങ്ങുമെന്നൊക്കെ പറയണേ. അതങ്ങനെ തന്നെ വേണം. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞേ, അവളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാ. പഠിത്തത്തിൻ്റെ കാര്യമൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വിളിച്ചാ, മിക്കവാറും അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞു. വേറെ വീട്ടിലേക്കോ? അതെ, വേറെ ഒരു വീട്ടിലേക്ക് മാറാൻ പോവാണ്. ഇവിടെ ഇനി അധിക നാളൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യയുടെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പെട്ടെന്ന് അവർ പറഞ്ഞു, അല്ല മോളെ, അതെന്തിനാ അവിടുന്ന് മാറുന്നേ? അവിടെ എല്ലാവർക്കും മോളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അതെ, ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും അല്ല, ഇവിടുന്ന് എനിക്ക് മാറണം തോന്നി എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കാര്യത്തിൽ ഒരു കുഴപ്പം വരുത്തൊന്നുമില്ല കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ നടക്കും. അവൾക്ക് വേണ്ടുന്ന പൈസ പഠിപ്പിനുള്ളതൊക്കെ ഞാൻ തരും, അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അമ്മ. ദേ, അവളോട് നന്നായിട്ട് പഠിച്ചാൽ മതി എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടെ ശരണ്യയുടെ അമ്മയോട് സംസാരിച്ചു. പിന്നീട് ശരണ്യയോട് സംസാരിച്ചതിന് ശേഷമാണ് അലീന കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ബാലേന്ദ്രന് സ്റ്റാലിയെ കാണാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ നൂറ് സംശയങ്ങളാണ്. അയാൾ ഇവിടെ വരെ വന്നിട്ട് ഹോട്ടൽ മുറിയിലേക്ക് തന്നെ വിളിപ്പിച്ച് എന്തിനാ? അയാൾക്ക് ദുരുദ്ദേശം വല്ലതുമാണോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി പറഞ്ഞ ഹോട്ടലിലേക്ക് ബാലേന്ദ്രൻ ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് റിസപ്ഷനിസ്റ്റ് ചോദിച്ച് റൂമിൻ്റെ പുറക്കെ മനസ്സിലാക്കി മുറിയിലേക്ക് കയറി ചെന്നു. ആ സമയം സ്റ്റാൻലി പറഞ്ഞു, ബാലേന്ദ്ര, ഞാൻ കാത്തിരിക്കുമായിരുന്നു തന്നെ എന്നൊക്കെ പറഞ്ഞു. അല്ല, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ? അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് പറയണമെന്ന്. എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കേട്ടപ്പോൾ സ്റ്റാലി പറഞ്ഞു, ബാലേന്ദ്ര, ഞാൻ പറയുന്നത് ബാലേന്ദ്ര ആത്മസമയത്തോടെ കേൾക്കണമെന്ന് പറഞ്ഞു. അല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അലീനയ്ക്ക് വേണ്ടുന്ന പണമാണെങ്കിൽ ഞാൻ അവൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വീടോ കാറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ അവളെ കൊണ്ടുപോയി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പച്ചനുമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷേ എങ്കിൽ അവർക്ക് അടക്കം താല്പര്യമില്ല, കാര്യമില്ലത്. പോരാത്തതിന് എനിക്ക് വേറെ 3 മക്കളുണ്ടെന്നുള്ള കാര്യം അറിയാലോ. അവർക്കിത് അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങൾക്ക് മാത്രം നാണക്കേടുള്ളൂ, ബാക്കി ആർക്കും നാണക്കേടില്ലേ? എന്താണെങ്കിൽ സ്റ്റാലിൽ കൊള്ളാലോ. ഇത് പറയാനാണെങ്കിൽ പിന്നെ അത്രയും ദൂരം നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന്. അല്ല, നിങ്ങളീ പറയുന്നതിൽ എന്താ ഉറപ്പിരിക്കുന്നേ? അതെൻ്റെ മകളാന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? സ്റ്റാലി ഇത് പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ നല്ല കട്ടക്കലിപ്പായി. ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എനിക്കൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് DNA ടെസ്റ്റൊക്കെ നടത്തി നോക്കാമല്ലോ, അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. സ്റ്റാലി പറഞ്ഞു, ഞാൻ അവളെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. പിന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അതത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കൊരു നിർബന്ധവും ഇല്ല. പിന്നെ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞവിടെ അവൾക്ക് വേറെ പോകാനായിട്ട് ഇടമുണ്ട്, അവളെ വേറെ എവിടെയെങ്കിലും പോയി നിന്നോളും. പിന്നെ എനിക്ക് അവിടെ നിന്ന് അവളെ പറഞ്ഞു വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ മക്കൾക്കാണെങ്കിലും ശരി, അവളെന്ന് വെച്ചാൽ ജീവനാണ്. പിന്നെ വൈജയന്തി ആ വീട്ടിലേക്ക് വരില്ലാത്തതുകൊണ്ട് മാത്രം. കാരണം വൈജയന്തിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് വേണേൽ തുറന്ന് പറയാവുന്നുള്ളൂ. അതോടുകൂടി പിന്നെ വൈജയന്തി തീർന്നു. എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സമ്മതമല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധമല്ല മിസ്റ്റർ സ്റ്റാൻലി. എന്താണെങ്കിലും നിങ്ങളുടെ കാലെ പിടിച്ച് കെഞ്ചാനോ യാചിക്കാനൊന്നും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എനിക്ക് മനസ്സിലാവും ബാലേന്ദ്ര, പക്ഷെ നിങ്ങൾ, അതെ, ഇനി നിങ്ങൾക്ക് സംശയം കാണും ഞാൻ വല്ല തട്ടിപ്പുകാരനാണെന്നല്ലേ. നിങ്ങൾ എന്നെക്കുറിച്ച് പാലയിൽ ഇറങ്ങിയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ ആരാ, എന്താ, എനിക്ക് സമൂഹത്തിലുള്ള വിലയും കാര്യങ്ങളൊക്കെ എന്താന്ന്, എന്നിട്ട് മതി നിങ്ങളുടെ തീരുമാനം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ബാലേന്ദ്രൻ പോകുന്നത്. പിന്നീട് സ്റ്റാൻലി ബാലേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം
സത്യമായിട്ടുള്ള കാര്യമാണ്. വൈജയന്തിയാണ് ഭാര്യ. ബാലേന്ദ്രൻ അവിടുത്തെ പിടിപാടും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ടെക്സ്റ്റൈൽ ഷോപ്പും സ്വർണ്ണക്കട എല്ലാം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോഴേക്ക് സ്റ്റാലിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. തൻ്റെ മകളാണോ അയാളുടെ ഒപ്പം ഉള്ളത്? ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും അല്ല. എന്തൊക്കെയോ ടെൻഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാലിക്കുണ്ടായി. ഒടുവിൽ സ്റ്റാലി ബാലേന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആരെ? അല്ല, എൻ്റെ മകളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല അലീന എന്ന് പറയുന്ന പെൺകുട്ടി, എനിക്ക് അവളെ ഒന്ന് കാണണം. കണ്ടതിന് ശേഷം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ? അതോ ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നിർത്തി. ആ സമയം സ്റ്റാലി പറഞ്ഞു, ബാലേന്ദ്ര, കുത്തി നോക്കിയല്ല പറഞ്ഞത്, എനിക്ക് അവളെ ഒന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കാണാതെ എനിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ എവിടേക്ക് വരണം? എൻ്റെ വീട്ടിലേക്ക് പോരെ, അവിടെ വൈജയന്തി ഇല്ലല്ലോ. അപ്പോഴേക്കും സ്റ്റാലി ചോദിച്ചു, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. പിന്നെ വൈജയന്തിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിൽ അത് ഓർക്കണ്ട, അവളിവിടെ ഇല്ല, അവൾ അവളുടെ വീട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? സ്റ്റാലി അലീനയെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുവാണ്, ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക്. പക്ഷേ ഈ വരുന്ന തൻ്റെ അച്ഛനാന്നുള്ള കാര്യങ്ങളൊന്നും അലീനയ്ക്ക് അറിയുണ്ടായിരുന്നില്ല. അലീനയോട് പറഞ്ഞു, അതെ, ഇന്ന് അയാൾ വരുന്നുണ്ട്, നീ നിൽക്കാൻ പോകുന്ന വീട്ടിലെ അയാളൊന്ന് ഒന്ന് കാണണമെന്നാണ് പറയണേ. കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊക്കെ വേണോ അച്ഛാ? വേണം എന്നൊക്കെ ബാലേന്ദ്രനും പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലി അങ്ങോട്ട് വന്നു. സ്റ്റാലി വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് സാമാന്യ മര്യാദ എന്നൊന്നുണ്ടല്ലോ, അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചു. സ്റ്റാലി കയറിയിരുന്നു. സ്റ്റാലിക്ക് നല്ല മനസ്സൊക്കെ ഭയങ്കര അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ചായയൊക്കെ ആയിട്ട് സ്റ്റാലി ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്റ്റാലി ഞെട്ടിപ്പോയി. തൻ്റെ അമ്മയുടെ അതേ പകർപ്പായി ഇവളെന്നുള്ള സത്യം സ്റ്റാലി ആ സമയത്ത് തിരിച്ചറിയുകയാണ്. കാരണം തൻ്റെ അമ്മയുടെ അതേ രൂപം പോലെ അന്ന് താൻ അവിടുന്ന് അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് സമയത്ത് വൈജയന്തി അവളുടെ വീട്ടുകാരൊന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. പിന്നീട് താൻ അവളെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ അമ്മയെ വെച്ച് വാർത്ത പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. തൻ്റെ അമ്മ തന്നെയായി നിൽക്കുന്നതെന്ന് ഒരു തോന്നൽ സ്റ്റാലിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. സ്റ്റാലിയുടെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ അമ്പരപ്പോട് കൂടിയിട്ട് നോക്കുകയാണ്. ആ സമയം അലീന കൊണ്ടുവന്ന് ചായ കൊടുത്തിട്ടുണ്ട്. സാറ് ചായ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്റ്റാലി ചായ വാങ്ങി. അലീന ചോദിച്ചു, അല്ല മധുരവും കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ പാകത്തിനാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. സ്റ്റാലി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് ബാലേന്ദ്രൻ അലീനയെ നോക്കി. അലീനയ്ക്ക് പക്ഷെ ഒന്നും അറിയില്ലല്ലോ, തൻ്റെ അച്ഛനായിരിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അതൊന്നും അറിയില്ലാതെ അലീന സ്റ്റാലിയെ തന്നെ നോക്കുവാണ്. സ്റ്റാലിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന പോലെ. ഇത്രയും സമയം ഉണ്ടായിരുന്ന ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ല. വലിയ പട്ടാളക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശത്രുക്കളുടെ മുന്നിൽ നിൽക്കുന്ന. പക്ഷേ ഇപ്പോൾ അലീനയുടെ മുന്നിൽ നിന്നപ്പോൾ എന്തോ അയാൾക്ക് വല്ലാതെ കൈയും കാലുമൊക്കെ വിറയ്ക്കുന്ന പോലെ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.